നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്ലബ്ബ് വിടാനുള്ള എമിലിയാനോ മാർട്ടിനസിൻ്റെ ആഗ്രഹം ഇത്തവണയും നടന്നേക്കില്ല എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൻ്റെ മുമ്പ് ആസ്റ്റൺ വില്ല ആരാധകരോട് വിട പറഞ്ഞതൊക്കെയാണ് എമി. എന്നിട്ട് എന്തുണ്ടായി? കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡിലേക്ക് എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ച് അവസാനം വരെ കാത്തിരുന്നു. പക്ഷേ ഡീല് എങ്ങും എത്തിയില്ല. വീണ്ടും ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി തന്നെ കളിക്കേണ്ടി വന്നു. ഇത്തവണ യുവൻ്റസ് താരത്തിനായിട്ട് രംഗത്ത് വലിയ രൂപത്തിൽ വാർത്തകളെല്ലാം നടന്നു. പക്ഷെ ഒടുവിൽ ഇപ്പോഴിതാ യുവൻ്റസ്, യൂറോപ്യൻ വമ്പന്മാരായിട്ടുള്ള, ഇറ്റാലിയൻ വമ്പന്മാരായിട്ടുള്ള യുവൻ്റസ് ആസ്റ്റൺ വില്ലയെ അറിയിച്ചിരിക്കുന്നു, വേണ്ട, എമിലിയാനോ മാർട്ടിനസിന് വേണ്ട, ആ ഡീലിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്നറിയിച്ചിരിക്കുന്നു. ഏതെന്ത് വിധിയാണ് ഇനിയിപ്പോൾ? എമിയുടെ ആ ഒരു ആഗ്രഹം ഇത്തവണയും നടക്കില്ല എന്നുള്ളതാണ്. വൈ ഡസ് ദിസ് മൂവ് കീപ് ഫോളിംഗ് അപ്പാർട്ട് എന്നുള്ള ചോദ്യം ആരാധകർക്കിടയിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു, Aston Villa have been informed by Juventus about plans not to proceed with the Dibu Martinez deal anymore. ഇനി എമി മാർട്ടിനസിൻ്റെ ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് യുവൻ്റസ് ആസ്റ്റൺ വില്ലയെ അറിയിച്ചിരിക്കുന്നു എന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. ഈ ഒരു ഡിസിഷൻ അവർ ഇൻറ്റേർണലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എടുത്തതാണ്. ഇപ്പോൾ അവരത് ആസ്റ്റൺ വില്ലയോട് കൺഫേം ചെയ്തിരിക്കുന്നു. യുവൻ്റസ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ള കോസ്റ്റ്, അതായത് ഈ താരത്തെ എത്തിക്കാനുള്ള ആസ്റ്റൺ വില്ല ആവശ്യപ്പെടുന്ന കോസ്റ്റ് കുറച്ചധികമാണ്. അത്രയും കൊടുത്തെടുക്കാനുള്ള ഒരു കാര്യം എമിയുടെ കാര്യത്തിൽ ഇല്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ പോയി. അവർ അദ്ദേഹത്തെ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണിപ്പം അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു ഗോൾ കീപ്പറുടെ കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് ജപ്പാൻ്റെ ഗോൾ കീപ്പർ സുസുക്കിയുടെ കാര്യമാണ്. പാരീസ് സെന്റ് ജെർമൻ അദ്ദേഹത്തിന് മുന്നിലേക്ക് ഒരു പ്രൊജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട് സിയോൺ സുസുക്കിക്ക് വേണ്ടിയിട്ട്. PSG are ready to advance with Parma as Juventus also wanted Zion but had initial bid rejected. അതാണ്. സോ സിയോൺ സുസുക്കിക്ക് വേണ്ടിയിട്ട് ശ്രമം ഈ യുവൻ്റസും നടത്തിയിരുന്നു. ഇപ്പോൾ എമിയെ വേണ്ട എന്ന് പറഞ്ഞവർ നടത്തിയിരുന്നു. പക്ഷേ അവർ കൊടുത്ത ഇനീഷ്യൽ ബിഡ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ PSG യുമായിട്ട് മത്സരിക്കേണ്ടിയും വരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.